ഹായ് ഹലോ. നമുക്ക് പല അവസരങ്ങളിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. നമ്മൾ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇത് ഫോണിലാണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണിൽ തന്നെയും ഡയറക്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മളൊരു വിൻഡോസ് PC ഉപയോഗിക്കുമ്പോഴോ വിൻഡോസ് സിസ്റ്റം ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ ഒട്ടുമിക്ക എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാകുന്ന ഒരു പ്ലെയർ ആണ് VLC മീഡിയ പ്ലെയർ. നമ്മൾ വീഡിയോസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലെയർ ആണല്ലോ. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന പ്ലെയർ ആണ്. പക്ഷെ എന്നാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. VLC മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന മീഡിയ എന്ന മെനു ക്ലിക്ക് ചെയ്ത് അതിൽ കൺവേർട്ട് ഓർ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെനു നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. തുറന്നു വരുന്ന മെനുവിൽ വലതുഭാഗത്ത് കാണുന്ന ക്യാപ്ചർ ഡിവൈസ് എന്നത് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ മോഡ് ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്നത് എനേബിൾ ചെയ്യുക. താഴെ ഫ്രെയിം റേറ്റ് 1.00 എന്ന് മതിയാവും. അത് ഓക്കെ ആണെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന കൺവേർട്ട് ഓർ സേവ് എന്നത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു മെനു ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ MP4 ആണെന്ന് ഉറപ്പുവരുത്തുക. താഴെ ഡെസ്റ്റിനേഷൻ ഫയൽ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അതാണ് ചോദിക്കുന്നത്. അത് ബ്രൗസർ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡ്രൈവുകളെല്ലാം ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അത് ഏത് ഡ്രൈവിലാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് അവിടെ സേവ് കൊടുക്കാം. സേവ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു പേര് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സേവ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ആ മെനുവിലേക്ക് തന്നെ തിരിച്ചു വരും. അതിന് ഏറ്റവും താഴെയായി സ്റ്റാർട്ട് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ആ സ്ക്രീനിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ക്രീൻ റെക്കോർഡായി ഒരു വീഡിയോ ആയി നമ്മൾ കൊടുത്ത ഡെസ്റ്റിനേഷനിൽ സേവ് ചെയ്യുന്നതായിരിക്കും. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ VLC മീഡിയ പ്ലെയർ പോസ് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ റെക്കോർഡിംഗ് അവിടെ കട്ടാവുന്നതാണ്. കമ്പ്യൂട്ടറിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയില്ലേ? ഇതിനൊരു പോരായ്മയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് ലൈവ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫോണിലൊക്കെയാണ് നമുക്ക് മൈക്ക് ഉപയോഗിച്ച് സൗണ്ട് ലൈവ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ അത് പറ്റത്തില്ല എന്ന് മാത്രമേ ഇതിന് പോരായ്മയുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈസി ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.